കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ പ്രലോഭനങ്ങളും ആരോപണങ്ങളും പുതിയ കാര്യങ്ങളല്ലെങ്കിലും പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി പഞ്ചായത്തിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. തിരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടിയിൽ നിൽക്കെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇടതുപക്ഷം പട്ടുസാരികൾ വിതരണം ചെയ്യുന്നുവെന്ന ആരോപണം മണ്ഡലത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. മന്ത്രി വീണ ജോർജിന് വോട്ടുറപ്പിക്കാൻ ആശാവർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും പട്ടുസാരികൾ നൽകിയെന്ന വെളിപ്പെടുത്തൽ പുറത്തു കൊണ്ടുവന്നത് മെഴുവേലി പഞ്ചായത്ത് പ്രസിഡന്റ് നെജോ മെഴുവേലി തന്നെയാണ്. തിരഞ്ഞെടുപ്പ് ഗോതയിൽ സ്ഥാനാർത്ഥികൾ വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് മെഴുവേലിയിലെ ഈ സംഭവം അരങ്ങേറുന്നത്. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ലഘുലേഖനങ്ങളും പോസ്റ്ററുകളുമായി വോട്ടർമാരെ സമീപിക്കുമ്പോൾ ഇവിടെ അല്പം കൂടി കടന്ന് സ്നേഹ സമ്മാനങ്ങൾ വിതരണം ചെയ്തുവെന്നാണ് ആരോപണം. മണ്ഡലത്തിൽ സാമൂഹികമായി വലിയ സ്വാധീനമുള്ള വിഭാഗമാണ് ആശാ വർക്കർമാരും അംഗനവാടി ജീവനക്കാരും. ഓരോ വീട്ടിലെയും സ്ത്രീകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ അത് വോട്ട് ബാങ്കിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും കണക്കുകൂട്ടുന്നു. ഈ സാധ്യത മുൻനിർത്തിയാണ് CPM നേതൃത്വത്തിൽ പട്ടുസാരി വിതരണം നടന്നതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിക്കുന്നത്. ഒരു ജനപ്രതിനിധി തന്നെ പരസ്യമായി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചതോടെ സംഭവം ഗൗരവകരമായി മാറിയിരിക്കുകയാണ്. മെഴുവേലി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അംഗനവാടി ജീവനക്കാരെയും ആശാ വർക്കർമാരെയും വിളിച്ചു ചേർത്തോ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ എത്തിച്ചോ പട്ടുസാരികൾ കൈമാറി എന്നാണ് പറയപ്പെടുന്നത്. ഈ സമ്മാനങ്ങൾ നൽകുമ്പോൾ തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വീണ ജോർജിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നും മറ്റുള്ളവരോട് വോട്ട് അഭ്യർത്ഥിക്കണമെന്നും ആവശ്യപ്പെട്ടതായാണ് പരാതി. പഞ്ചായത്ത് പ്രസിഡന്റ് നെജോ മെഴുവേലി തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഈ വിവരം ആദ്യമായി പുറത്തുവിട്ടത്. വോട്ടർമാരെ പണം നൽകിയോ സമ്മാനങ്ങൾ നൽകിയോ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം കുറിച്ചു. മെഴുവേലിയിലെ അമ്മമാർ ഇത്തരം പട്ടുസാരികളിൽ വീണു പോകുന്നവരല്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. ഈ വിവാദം കേവലം ഒരു പഞ്ചായത്തിൽ ഒതുങ്ങുന്നില്ല. പത്തനംതിട്ട ജില്ലയിൽ എമ്പാടും UDF ഈ വിഷയം വലിയ ചർച്ചയായി മാറ്റിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിനെതിരെ നിലനിൽക്കുന്ന കടുത്ത വിമർശനങ്ങൾക്കിടയിലാണ് ഈ പട്ടുസാരി വിവാദം വരുന്നത്. ഹർഷീനയുടെ ശസ്ത്രക്രിയയ്ക്ക് വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവവും അതിനുശേഷം ആ കുടുംബം നേരിട്ട അവഗണനയും സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ വലിയ ജനരോഷം ഉയർത്തിയിരുന്നു. ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും സ്ത്രീ വോട്ടർമാരുടെ പ്രതിഷേധം തണുപ്പിക്കാനുമാണ് ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളുമായി CPM രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നതാണ് എതിരാളികളുടെ വാദം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ സമ്മാനങ്ങളോ ആനുകൂല്യങ്ങളോ വിതരണം ചെയ്യാൻ പാടില്ല എന്നത് കർശനമായ ചട്ടമാണ്. പണമോ വസ്ത്രമോ ഭക്ഷണമോ നൽകി വോട്ട് ചോദിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ശിക്ഷാർഹമാണ്. സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് വലിയ ചട്ടലംഘനമാണ്. ഈ സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ UDF തീരുമാനിച്ചിട്ടുമുണ്ട്. പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ കമ്മീഷൻ ബാധ്യസ്ഥരാണ്. പട്ടുസാരികൾ എവിടെ നിന്ന് വാങ്ങി, ആരുടെ ഫണ്ട് ഉപയോഗിച്ച് തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം വന്നാൽ അത് സ്ഥാനാർത്ഥിക്ക് വലിയ തിരിച്ചടിയാകും. UDF നേതൃത്വം ഈ വിഷയത്തെ രാഷ്ട്രീയമായി വലിയൊരു ആയുധമായി മാറ്റിക്കഴിഞ്ഞു. വികസനം പറയാനില്ലാത്തതുകൊണ്ടാണ് ഇടത് സ്ഥാനാർത്ഥി പട്ടുസാരിയുമായി ഇറങ്ങുന്നതെന്നാണ് മുൻ MLA മാരും പ്രാദേശിക നേതാക്കളും കുറ്റപ്പെടുത്തുന്നത്. ജനങ്ങളുടെ ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടിനെയും മുതലെടുക്കാനാണ് ഇത്തരം നീക്കങ്ങളിലൂടെ ശ്രമിക്കുന്നതെന്നും പാലക്കാട്ടെ പണം വിതരണ വിവാദത്തിന് സമാനമായ രീതിയിൽ ഇവിടെ അട്ടിമറിക്ക് ശ്രമം നടക്കുന്നുവെന്നും അവർ ആരോപിക്കുന്നു. ആരോപണങ്ങൾ ഉയർന്നതോടെ CPM പ്രാദേശിക നേതൃത്വം ഇത് നിഷേധിച്ചിട്ടുണ്ട്. പട്ടുസാരി വിതരണം എന്നൊന്നും നടന്നിട്ടില്ലെന്നും വ്യക്തിപരമായ ചട്ടങ്ങളുടെയോ കുടുംബ കൂട്ടായ്മകളുടെയോ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിക്കുന്നതെന്നുമാണ് അവരുടെ വാദം. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ UDF പടച്ചുവിടുന്ന കള്ളക്കഥകളാണെന്ന് അവർ ആരോപിക്കുന്നു. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തലുകൾക്ക് വോട്ടർമാരുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നത് LDF-നെ ആശങ്കയിലാഴ്ത്തുന്നുമുണ്ട്. മെഴുവേലിയിലെ വോട്ടർമാർക്കിടയിൽ ഈ വിഷയം സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വിഭാഗം ജനങ്ങൾ ഇത്തരം പ്രലോഭനങ്ങളെ ശക്തമായി എതിർക്കുമ്പോൾ മറ്റൊരു വിഭാഗം ഇത് രാഷ്ട്രീയ പാർട്ടികൾ കാലാകാലങ്ങളായി ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. എങ്കിലും ആധുനിക കേരളത്തിലെ ബോധമുള്ള വോട്ടർമാർ ഒരു പട്ടുസാരിക്ക് പകരമായി തങ്ങളുടെ വോട്ട് വിൽക്കാൻ തയ്യാറാവില്ലെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ച് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട ഒരു പ്രദേശത്ത് ഇത്തരം തന്ത്രങ്ങൾ എത്രത്തോളം ഫലിക്കുമെന്നത് സംശയമാണ്. മെഴുവേലിയിലെ പട്ടുസാരി വിവാദം കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു പ്രവണതയുടെ സൂചനയാണ് നൽകുന്നത്. പ്രത്യയശാസ്ത്രങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും പകരം സമ്മാനങ്ങൾ കൊണ്ട് വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ അന്തസ്സത്തയ്ക്ക് പോറലേൽപ്പിക്കുന്നു. ശസ്ത്രക്രിയക്കിടെ കത്രിക കുടുങ്ങിയ സംഭവം പട്ടുസാരി വിതരണവും ഒരുപോലെ ആരോഗ്യ വകുപ്പിനും മന്ത്രിക്കുമെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷത്തിനും കഴിഞ്ഞിട്ടുണ്ട്. നാളെ പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർമാർ ഇത്തരം പ്രലോഭനങ്ങളെ തള്ളിക്കളയുമോ അതോ പട്ടുസാരിയുടെ മനോഹാരിതയിൽ മയങ്ങുമോ എന്നതാണ് വരും ദിവസങ്ങളിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകം. എന്തായാലും മെഴുവേലിയിലെ അമ്മമാരുടെ തീരുമാനം പത്തനംതിട്ടയിലെ മൊത്തം തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്നത് ഉറപ്പാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം ധാർമ്മികമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടത് ജനാധിപത്യം ശക്തിപ്പെടുത്താൻ അനിവാര്യമാണ്.